ഈ പത്തനംതിട്ടയിലെ ഉള്ളല്ലൂർ ഗവൺമെൻറ് DVNSS LP സ്കൂൾ ശരിക്കും അവിടെയും ഏതാണ്ട് സമാനമായ സാഹചര്യം തന്നെയാണ്. കാലപ്പഴക്കമാണ് ഏറ്റവും വലിയ പ്രശ്നം. ജീർണാവസ്ഥയിലാണ് കെട്ടിടങ്ങളെല്ലാം. പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് അത്യാവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് ഈ വർഷം വരെ സ്കൂളിന് ഫിറ്റ്നസ് രേഖ ലഭിച്ചത്. പക്ഷേ അടുത്ത വർഷം അനുമതി ലഭിക്കുമോ എന്ന ആശങ്കയിൽ അധികൃതരും രക്ഷിതാക്കളും തുടരുകയാണ്. ആയിരത്തി 1938 നിർമ്മിച്ചതാണ് ഉള്ളന്നൂർ ഗവൺമെന്റ് DVNSS LP സ്കൂൾ. 60 കുട്ടികൾ നിലവിൽ പഠിക്കുന്നുണ്ട്. സ്കൂളിന്റെ ചുമരുകളും അവയ്ക്ക് താങ്ങായി നിർമ്മിച്ച തൂണുകളും ജീർണിച്ച് വിള്ളൽ വീണതാണ്. തുടർച്ചയായുള്ള മഴ കാരണം ബലക്ഷയം വർദ്ധിച്ചു. പലതവണ ഗ്രാമപഞ്ചായത്തുകളിൽ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മെയിൻ്റനൻസ് കൊണ്ട് പോരാത്ത രീതിയിലുള്ള കാലപ്പഴക്കമല്ലേ. ഇത്രയും വർഷങ്ങളായിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കുമായിരുന്നു. പുറകിൽ കാണാമല്ലോ സപ്പോർട്ട് കൊടുത്തിങ്ങനെ നിർത്തി. ആ സപ്പോർട്ടും വിണ്ട് കയറിയിട്ടുണ്ട്. പിന്നെ മഴക്കാലമൊക്കെ ആയി കഴിയുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ചോർച്ച ഉണ്ടാകുന്നു. ഓടൊക്കെ മാറ്റി ഇട്ടണൊക്കെ പോലും ശാശ്വതമായ പരിഹാരം പുതിയൊരു സ്കൂൾ ബിൽഡിംഗ് തന്നെയാണ്. കാലപ്പഴക്കത്തിൽ ബലക്ഷയം വന്ന ഈ കെട്ടിടത്തിനും ഫിറ്റ്നസ് നൽകിയിട്ടുണ്ട്. പുതിയ കെട്ടിടം അനിവാര്യമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫിറ്റ്നസ് നൽകിയതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. പുതിയ കെട്ടിടം വേണമെന്ന ആവശ്യത്തിൽ സ്ഥലം MLA കൂടിയായ മന്ത്രി വീണ ജോർജിന് 2022 നാട്ടുകാർ നിവേദനം നൽകിയതാണ്. പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിക്കും നൽകി. ഇതുവരെ നടപടിയൊന്നുമായിട്ടില്ല. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട.